പി ജയരാജന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി ജോഷില നൽകും. ജോഷില, എന്തൊക്കെ ഘടകങ്ങൾ പരിശോധിച്ചും വളരെ ശക്തമായി തന്നെ പി ജയരാജന്റെ ജാമ്യാപേക്ഷയെ പരിഗണിക്കുമ്പോഴൊക്കെ തന്നെ CBI എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. അത്തരം വാദഗതികൾ CBI അഭിഭാഷകൻ മുന്നോട്ട് വെച്ച വാദഗതികളെയൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണോ ജയരാജന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കോടതി? പ്രജീഷ്, 2 മാസത്തേക്ക് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നത് വരെ 2 മാസത്തേക്ക് വരെ ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരാകാൻ പറഞ്ഞ ഏത് സമയത്തും അദ്ദേഹത്തിന്റെ മുന്നിൽ ഹാജരാകണം. സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ പാടില്ല എന്നീ വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് പി ജയരാജന് ജാമ്യം നൽകിയിരിക്കുന്നത് കോടതി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും പി ജയരാജന്റെ അഭിഭാഷകൻ ഇന്നലെ കോടതിയിൽ വാദിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് പി ജയരാജനെ കേസിൽ കൊടുക്കാനുള്ള ശ്രമം RSS അടക്കമുള്ള സംഘടനകൾ നടത്തുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു കേസ് വന്നിരിക്കുന്നത്. ഗൂഢാലോചന എന്നാണ് കേസിൽ പറയുന്നതെങ്കിലും അദ്ദേഹത്തിന് ഗൂഢാലോചനയുമായി യാതൊരു ബന്ധവുമില്ല. രാഷ്ട്രീയ സമ്മർദ്ദം മാത്രമാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള രീതിയിലുള്ള വാദഗതികളായിരുന്നു ഇന്നലെ വരെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ഈ വാദഗതികളെല്ലാം തന്നെ അംഗീകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ഇന്ന് ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ജാമ്യത്തിൽ പറഞ്ഞിരിക്കുന്ന 3 വ്യവസ്ഥകളാണ് ജാമ്യത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നത്. 2 മാസത്തേക്ക് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നത് വരെ ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എപ്പോൾ ഹാജരാകാൻ പറയുന്നുവോ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ ഹാജരാക്കണം. സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ പാടില്ല എന്നീ 3 വ്യവസ്ഥകൾ കോടതി ജാമ്യം നൽകുമ്പോൾ വെച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രജീഷ്, ജോഷില, അവിടെ കോടതിയിൽ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ CBI ഒക്കെ കോടതിയിൽ പറഞ്ഞത് ജാമ്യം പരിഗണിക്കുമ്പോൾ പുറത്തേക്കിറങ്ങുമ്പോൾ സാക്ഷികളെ സ്വാധീനിക്കാൻ അത്രത്തോളം ആർജവം ഉള്ള വ്യക്തിയാണ് പി ജയരാജൻ. അതുകൊണ്ട് തന്നെ കേസ് ആ രീതിയിൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെയൊക്കെ തന്നെ ബാധിച്ചേക്കാം. മാത്രവുമല്ല രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ വരുന്ന ഒരു കേസായതുകൊണ്ടും ഇതിൽ ജയരാജന്റെ ഇടപെടൽ സംബന്ധിച്ച് വ്യക്തമായ പക്ഷേ തെളിവുകളിലേക്ക് CBIക്ക് പോകാനും ആ രീതിയിൽ പറയുന്നതുമില്ല. വൈരുദ്ധ്യം എന്ന നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ജാമ്യാപേക്ഷയെ എതിർക്കുന്ന ഘട്ടത്തിൽ ഒട്ടേറെ ഘടകങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഈ വാദഗതികളെയൊക്കെ തന്നെ ഖണ്ഡിച്ചുകൊണ്ടാണോ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? മുഹമ്മദ് റിയാസ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ജോഷില മടങ്ങിയെത്താം. ശ്രീ മുഹമ്മദ് റിയാസ്, പല വാദഗതികളെയും കോടതിയിൽ അതികർശനമായി CBI ഉന്നയിച്ച വാദഗതികളായിരുന്നു. ജയരാജൻ കേസിനെ അടക്കം സ്വാധീനിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അതേസമയം ജയരാജന്റെ പങ്ക് സംബന്ധിച്ച് എന്ത് കാര്യം എന്ന ചോദ്യം ഇപ്പോഴും സംശയം നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ജാമ്യം അനുവദിച്ചതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടോ? മുഹമ്മദ് റിയാസ്, ഭരണകൂട ഭീകരതയുടെ ഇരയാണ് സഖാവ് പി ജയരാജൻ. തുടക്കത്തിലെ അദ്ദേഹത്തെ വളരെ ബോധപൂർവം തുറങ്കലടക്കാനുള്ള ശ്രമത്തിന്റെ ആസൂത്രണം നടത്തിയത് കേരളത്തിൽ നിന്നായിരുന്നില്ല, അത് ഇന്ത്യയുടെ തലസ്ഥാനത്ത് നിന്നായിരുന്നു. അതിന് പ്രധാന പങ്ക് വഹിച്ചത് BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ്. BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാക്കും BJP കേന്ദ്ര നേതൃത്വത്തിനും സഖാവ് ജയരാജൻ കണ്ണൂർ ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ പ്രവർത്തനത്തിലും ആശയപ്രചരണത്തിലും ഭയം കൂടുകയും അവിടെ BJPയിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ടവർ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി സഖാവ് പി ജയരാജനെ തുറങ്കിലടക്കുവാനും കേരളത്തെ ടാർഗറ്റ് സംസ്ഥാനമാക്കി കണ്ട BJP ദേശീയ നേതൃത്വത്തിന്റെ ശ്രമത്തിന് എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഭരണമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി ഒരുപക്ഷെ ഉമ്മൻ മോഡിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് കരിനിയമം, അതും റിയാസ് മടങ്ങിയെത്താൻ ദയവായി. ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ കൂടി ചേരുന്നു. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഇവിടെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഒക്കെ തന്നെ ഇര എന്ന തരത്തിലാണ് എന്തായാലും CPM അടക്കം ഈ കേസിനെ നോക്കിക്കാണുന്നത്. ഈ കേസിൽ ഇന്ന് ഓരോ ദിവസവും ഡെവലപ്മെന്റ്സ് പല രീതിയിൽ വരുന്നു. ജാമ്യാപേക്ഷയെ നിശിതമായി എതിർത്ത CBIയുടെ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ജാമ്യം കൂടി അനുവദിച്ചിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് കോടതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. കോടതി ഈ ജാമ്യ അപേക്ഷ സംബന്ധിച്ചിടത്തോളം വിചാരണ നടക്കുന്ന സന്ദർഭത്തിൽ CBIയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ. ആ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ജയരാജൻ ഗൂഢാലോചന നടത്തി എന്നുള്ളതിന് എന്ത് തെളിവാണ് ലഭിച്ചിട്ടുള്ളത് എന്നതാണ്. ഒരു തെളിവും ഇല്ലാതെ 505 ദിവസം കേസ് അന്വേഷിച്ചിട്ട് പ്രതിയല്ല എന്ന് കോടതിയുടെ മുമ്പിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള CBI 508ാമത്തെ ദിവസം
പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതേ കോടതിയിൽ തന്നെ പ്രതി ചേർത്ത് കൊടുക്കുന്ന അവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3 ദിവസം കൊണ്ട് ഒരു പുതിയ തെളിവ് ഉണ്ടാവാനിടയില്ല എന്ന് മുഴുവൻ മനുഷ്യർക്കും ആർക്കും ഈ കേസ് ശ്രദ്ധിച്ചിട്ടുള്ള ഏത് മനുഷ്യർക്കും അറിയുന്നതാണ്. അപ്പോ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് കേരളത്തിലെ RSS നേതൃത്വം കൊടുത്ത പെറ്റീഷന്റെ അകത്ത് ഉൾച്ചേർത്തിട്ടുള്ള കാര്യങ്ങൾ തെളിവിന്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ടാണ് കോടതിയിൽ ആ സെന്റൻസ് തന്നെ കൊടുത്തിട്ടുള്ളത് എന്ന് അന്നേ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണ്. അപ്പോൾ CPIMന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ ജില്ല പോലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ ജില്ലയിലെ ജില്ലാ സെക്രട്ടറിയെ ഒരു ഗൂഢാലോചന കേസിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ പാർട്ടി സംഘടനാ സംവിധാനത്തെ ദുർബലപ്പെടുത്താനാവുമെന്ന വ്യാമോഹത്തോടെ, അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. അവരുടെ വ്യാമോഹമാണ്. ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തെ അതിൽ നിന്ന് ആരെങ്കിലും ഒരാളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിലടച്ചാലൊന്നും എന്തെങ്കിലും ദുർബലമായി പോകുന്ന ഒന്നാണ് എന്ന് പാർട്ടി സംവിധാനം മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കറിയാറില്ല. പക്ഷെ അങ്ങനെയാണ് അവർ ധരിച്ചത്. അങ്ങനെ ധരിച്ചുകൊണ്ട് എല്ലാ കാലത്തേക്കും ജയിലിലടക്കാൻ വേണ്ടി ഈ കേസ് തീരുന്നത് വരെ ജയിലിലടക്കാൻ UAPA എന്ന് പറയുന്ന കരി നിയമം കേരളത്തിലെ UDFന്റെ ഗവൺമെന്റും RSSും കേന്ദ്രം ഭരിക്കുന്ന BJP എല്ലാം ചേർന്നുകൊണ്ട് കൂട്ടായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ജയരാജനെ ഈ അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കസ്റ്റഡിയിൽ വെക്കാനും അതുപോലെ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി ക്ഷേത്രം തന്റെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് അവിടെയാണ് ഗൂഢാലോചന നടന്നത് എന്ന് ആർക്കും മനസ്സിലാവാത്ത, ആർക്കും അംഗീകരിക്കാനാവാത്ത തെളിവ് അവിടെയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിച്ച് കോടതി ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിച്ച് ജാമ്യം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പാർട്ടി നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന സഖാക്കളെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്ന പ്രവണതക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഹരം തന്നെയാണ്. ജുഡീഷ്യറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഹരം തന്നെയാണ്. കോടതി തന്നെ മാറ്റുന്നതിന് വേണ്ടി അത് സുപ്രീം കോടതി വരെ പോയിട്ടുള്ള CBIക്ക് അപമാനകരമായ ഒരു അവസ്ഥ ഒന്നുകൂടി ഉണ്ടായിരിക്കുന്നു. മുമ്പ് മധുവിന് ജാമ്യം കൊടുത്തപ്പോൾ ഇതേ കേസിൽ തന്നെയാണ് TI മധുസൂദനൻ എന്ന് പറയുന്ന CPIMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവിനെ ഈ കേസിന്റെ അകത്ത് എന്തോ ഒരു വിദൂര ബന്ധം ചൂണ്ടിക്കാണിച്ച് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സാധാരണ ജാമ്യം തന്നെ ലഭിക്കുന്നതാണ്, ഇതിന് പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ജാമ്യം നേടി പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടുള്ളതാണ് സഖാവ് TI മധുസൂദന്റെ സ്ഥിതി. ഏതാണ്ട് അതേപോലെ തന്നെ കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു തെളിവിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തെളിവില്ലായ്മയുടെ ഭാഗമായിട്ട് സഖാവ് ജയരാജന് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നു എന്നുള്ളത് CPIMനെതിരായിട്ട് നടക്കുന്ന ഗൂഢാലോചനയുടെ തുറന്നു കാണിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. താങ്കളിലേക്ക് മടങ്ങിയെത്താം. KK രാഗേഷ് MP കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രാജേഷ് ടെലിഫോൺ ലൈനിലുണ്ടല്ലോ? ഉണ്ട്. രാകേഷ്, കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറ്റവും CPMന് വളരെ വേരോട്ടമുള്ള ഒരു ജില്ല, അവിടുത്തെ പ്രമുഖനായ നേതാവ്, സ്വാഭാവികമായും നിങ്ങൾ ആരോപിക്കപ്പെടുന്നത് പോലെ രാഷ്ട്രീയ ദിശയിലുള്ള ഗൂഢാലോചന അതുതന്നെയാണ് ഇവിടെ പ്രകടമായത്. ഈ ഘട്ടത്തിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുക, നിങ്ങളുടെ സംഘടനാ സംവിധാനത്തെ ദുർബലപ്പെടുത്തുക, ഇതായിരുന്നു നിങ്ങൾ പറയുന്നത് പോലെ ആ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിരുന്നു ജയരാജനെ UAPA പോലും ഒരുപക്ഷെ ചുമത്തുന്ന നിലയിലേക്ക് പോയത്. ഇവിടെ നിഷ്പക്ഷമതികളായ ആളുകൾ പോലും ചോദിച്ച കാര്യമാണ്, എന്തിന് UAPA? സമാനമായ കേസുകളിൽ പോലും UAPA ചുമത്താതെ ഈ കേസിൽ എന്തേ സവിശേഷത? ഇങ്ങനെ പല വാദഗതികളും ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ജാമ്യത്തെ പോലും കോടതിയിൽ അതിനിശ്ചിതമായി എതിർക്കുകയും വാദഗതികൾ ഉന്നയിക്കുകയും ചെയ്തത്. ഏറെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് എന്നിട്ട് കൂടി ആ ഘട്ടത്തിലും തെളിവ് സംബന്ധിച്ച് ജയരാജന്റെ ഇടപെടൽ സംബന്ധിച്ച് മുന്നോട്ട് വയ്ക്കാനുമില്ല. ഇന്നിപ്പോൾ ജാമ്യം ലഭിക്കുന്ന വേളയിൽ കൂടി ഒരു മെസ്സേജ് അല്ലേ നൽകുന്നത് സമൂഹത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ സംവിധാനം അടക്കമുള്ള പ്രവർത്തകർക്കടക്കം? ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ UDFന്റെ ഭരണ നേതൃത്വവും അറിഞ്ഞുകൊണ്ട് BJPയുമായി ചേർന്നുകൊണ്ട്, സംഘപരിവാർ RSSുമായി ചേർന്നുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ കേസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതില് കേരളത്തിൽ ഇടതുപക്ഷത്തെ ദുർബലമാക്കിയാൽ മാത്രമേ വീണ്ടും ഭരണത്തിൽ തുടരാൻ വേണ്ടി കഴിയൂ എന്നാണ് ഉമ്മൻചാണ്ടി കണക്കുകൂട്ടുന്നത്. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള CPIMനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന കക്ഷിയാണ് BJPയും RSSും. അവര് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നത് എന്തിനാ? നാടിന്റെ മതനിരപേക്ഷത ഇല്ലാതാക്കിയാൽ മാത്രമേ BJPക്കും RSSനും വളരാൻ വേണ്ടി സാധിക്കൂ. ആ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുന്ന
പാർട്ടിയാണ് CPIM. കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ ഗ്യാരണ്ടിയാണ് CPIM. അപ്പൊ CPIMനെ ദുർബലമാക്കുക എന്നുള്ള RSSന്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് എല്ലാ പിന്തുണയും സഹായവും ചെയ്തു കൊടുക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടക്കം മുതലുള്ള കാര്യങ്ങൾ നോക്കൂ. FIR ചേർക്കുമ്പോൾ തന്നെ FIRലെ UAPA കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ സംഭവമായി, രാഷ്ട്രീയ കേസിൽ രാഷ്ട്രീയ പ്രവർത്തകരെ UAPAയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംഭവം ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ FIRൽ തന്നെ UAPA ചേർക്കുമ്പോൾ അത് രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം അറിയാതെ സംഭവിക്കില്ല. അവിടെയാണ് ഗൂഢാലോചനയുടെ പ്രശ്നം വരുന്നത്. UAPA ചേർക്കുന്നു, എന്നിട്ട് RSS പറയുന്നത് പോലെ ഈ കേസ് ഉടനെ തന്നെ CBI ഏൽപ്പിക്കുന്നു. CBIയിലാവട്ടെ RSSന്റെ മുൻകാല പ്രവർത്തകനായിട്ടുള്ള ആൾ ഉൾപ്പെടെ CBIയുടെ മേധാവിയായിട്ട്, CBIയുടെ അന്വേഷണ സംഘത്തിന്റെ മേധാവിയായിട്ട് വരുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ RSSകാർ തന്നെ നൽകുന്നു. അപ്പൊ കൃത്യമായി കേരളത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുന്ന ഒരു പാർട്ടിയെ ദുർബലപ്പെടുത്തുക, ആ നേതൃത്വത്തെ ആക്രമിച്ചുകൊണ്ട് പാർട്ടിയെ ശരിപ്പെടുത്തി കളയാമെന്ന ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന RSSന് എല്ലാ പിന്തുണയും സഹായവും ചെയ്തു കൊടുക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തിട്ടുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭരണ നേതൃത്വം അതൊക്കെ ചെയ്യുന്ന സമയത്ത് കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് എന്ത് സംഭവിച്ചാൽ യാതൊരു പ്രശ്നമില്ല. ഇടതുപക്ഷം CPIM ദുർബലമായ മതി എന്നുള്ള ഏക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പോ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവുമല്ലോ, യാതൊരു തെളിവുമില്ലാതെ CPIMന്റെ ജില്ലാ സെക്രട്ടറിയാണ് എന്ന ഒറ്റ കാരണത്താൽ നേരത്തെ തന്നെ യഥാർത്ഥത്തിൽ സഖാവ് ജയരാജന് ഇരയാണ്. അദ്ദേഹത്തിന്റെ ശരീരം തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയതാണ് RSSന്റെ നരാധമ സംഘം. അങ്ങനെ ഇരയാക്കപ്പെട്ട ഒരാളെ വീണ്ടും വേട്ടയാടുന്നതിന് വേണ്ടി എല്ലാ സഹായവും UDFന്റെ ഭരണ നേതൃത്വം ചെയ്യുന്നു, ഉമ്മൻചാണ്ടിയും കൂട്ടരും ചെയ്യുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് CBIയെ കേവലം ഒരു കൂട്ടിലടച്ച തത്തയായി, CBI എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല മികച്ച അന്വേഷണ ഏജൻസിയാണ്. പക്ഷെ ആ മികച്ച അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് കേവലമായ കൂട്ടിലടച്ച് തത്തയാക്കി മാറ്റുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. യാതൊരു തെളിവുമില്ലാതെ CBIക്ക് തന്നെ കോടതിയിൽ ഒരു തെളിവും പറയാനുണ്ടായിരുന്നില്ലല്ലോ. തെളിവുണ്ട് എന്ന് പത്രങ്ങളിലൂടെ CBIയുടെ ആളുകൾ ഇങ്ങനെ ഇന്ന തെളിവ് കണ്ടുപിടിച്ചു, ആ തെളിവ് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത പ്രചരിപ്പിക്കുകയല്ലാതെ എന്തെങ്കിലും ഒരു തെളിവ് കോടതിയിൽ പറയാൻ കഴിഞ്ഞോ? അപ്പോൾ യാതൊരു തെളിവുമില്ലാതെ UAP നിയമത്തിലെ കരിനിയമം ഉപയോഗിച്ചുകൊണ്ട് അതിലെ ജനവിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ വ്യവസ്ഥയെ ഉപയോഗിച്ചുകൊണ്ട് ജയരാജനെ പോലുള്ള CPIMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജയരാജനെ പോലുള്ള ഒരു നേതാവിനെ ജയിലടച്ച് പാർട്ടിയെ ഇടതുപക്ഷത്തെ തകർക്കാം എന്നുള്ള അതിനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. താങ്കൾ നോക്കി, ഇവിടെ കേരളത്തിൽ തന്നെ എത്രമാത്രം രാഷ്ട്രീയ കൊലപാതക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തിൽ CPIMന്റെ നേതാക്കൾ, പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ ആ കേസുകൾ വേണ്ടത്ര ഗൗരവത്തിൽ കൈകാര്യം ചെയ്തോ? അത്തരം കേസുകളിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ, BJPയുടെയോ കോൺഗ്രസിന്റെയോ ജില്ലാ സെക്രട്ടറിമാരെയോ DCC പ്രസിഡന്റുമാരെയോ പ്രതിയാക്കിയോ? കോൺഗ്രസിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കളുടെ പേര് തന്നെ പറയപ്പെട്ടില്ല. കോൺഗ്രസുകാർ തന്നെ പരസ്പരം തല്ലി കൊല്ലപ്പെട്ടിട്ടുള്ള തൃശ്ശൂരിലെ ലാൽജി കലന്നൂരും അതുപോലെ തന്നെ മധു ഈച്ചരത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ലീഗിന്റെ നേതാക്കന്മാര് പ്രതിസ്ഥാനത്ത് വന്ന നിരവധി കേസുകൾ ഉണ്ടായിട്ടില്ലേ? പ്രത്യക്ഷമായി തന്നെ പ്രതിസ്ഥാനത്ത് വന്ന, തെളിവ് സഹിതം പ്രതിസ്ഥാനത്ത് വന്ന കേസുകൾ ഉണ്ടായിട്ടില്ലേ? അത്തരം കേസുകളിൽ അന്വേഷിക്കാതിരുന്നത്? അവരെന്തുകൊണ്ട് പ്രതിയാക്കിയില്ല? അങ്ങനെ പ്രതിയാക്കാതെ കേരളത്തിലെ UDFന്റെ ഭരണ നേതൃത്വം വ്യക്തമാണ് ശ്രീ KK രാഗേഷ്, ഒപ്പം തന്നെ ഗോവിന്ദൻ മാഷ്, മുഹമ്മദ് റിയാസ്. വളരെ നിർണായകമായ ഒരു വിധി ആണ് കോടതിയുടെ ഭാഗത്തു നിന്നും. ജാമ്യം ജയരാജന് അനുവദിച്ചിരിക്കുന്നു. ശക്തമായ രീതിയിൽ CBI എതിർത്ത ഘട്ടത്തിൽ പോലുമാണ് ജാമ്യം ജയരാജന് തലശ്ശേരി സെഷൻസ് കോടതി അനുവദിച്ചിരിക്കുന്നത്.